അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്ദർശനങ്ങൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ സന്ദർശന മര്യാദയുടെ ആയത്ത് കൂടെന്ന് പറയട്ടെ. സൂറത്തുൻ നൂറിൽ അല്ലാഹു തആല 58-ാമത്തെ ആയത്ത് 58 ആ ആയത്തിൽ 3 സമയങ്ങളിൽ നിങ്ങൾ സന്ദർശിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഞാൻ ആയത്തോടെ അവസാനിപ്പിക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഅ്ദിൻകുമുല്ലദീന മലകത് അയ്മാനുകും والذين لم يبلغوا الحلم منكم 3 مرات. നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ ശരിക്ക് കേൾക്കാം. ചെറിയ മക്കള്, പ്രായപൂർത്തിയാവാത്ത മക്കള്, 4 വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിക്കിടയിലുള്ള പ്രായമുള്ള മക്കളും നിങ്ങളുടെ വീടുകളിൽ യഥേഷ്ടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേലക്കാരോ അടിമകളോ ആകട്ടെ അവരൊക്കെയും സമ്മതം ചോദിക്കണം. 3 സമയത്ത് പ്രത്യേകിച്ച് നിർബന്ധമാണ്. സമ്മതം ചോദിച്ചിട്ടേ വീടിന്റെ ഉള്ളിലെ പ്രായപൂർത്തിയായ ഒരാണോ ഒരു പെണ്ണോ താമസിക്കുന്ന റൂമിലേക്ക് ജ്യേഷ്ഠന്റെയോ ജ്യേഷ്ഠത്തിയുടെയോ ഉമ്മയുടെയോ അനുജന്റെയോ ജ്യേഷ്ഠന്റെയോ റൂമുകളിലേക്ക് പ്രായപൂർത്തിയായവരുടെ റൂമുകളിലേക്ക് ചെല്ലുമ്പോ 3 സമയത്ത് ചെറിയ മക്കള് പോലും സമ്മതം പാലിക്കണം, സമ്മതം ചോദിക്കണം. ഈ 3 നേരം അല്ലാത്തപ്പോഴേ പ്രായപൂർത്തി അല്ലാത്തവരെ സമ്മതം ചോദിക്കേണ്ടതില്ല. ഈ സമയങ്ങളിൽ പ്രായപൂർത്തി അല്ലാത്തവരും സമ്മതം ചോദിക്കണം. എന്താണത്? സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് ഉറങ്ങാണ്. സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് എന്തെങ്കിലും പേടിച്ചിട്ടോ ജ്യേഷ്ഠനെ വിളിക്കാനോ അനുജനെ വിളിക്കാനോ എന്തെങ്കിലും സാധനം എടുക്കാനോ റൂമിലേക്ക് മക്കളോ ഉമ്മയോ ജ്യേഷ്ഠനോ അനുജത്തിയോ കയറി ചെല്ലുമ്പോ വാതിൽക്കൽ സമ്മതം മുട്ടി സമ്മതം ചോദിക്കണം അവരോട്. ഞാൻ വരട്ടെ എന്ന്. ഒരു മനുഷ്യന്റെ ഔറത്ത് കാണാനിടയുള്ള നേരമാണത്. അതുകൊണ്ട് ഒന്നല്ലേ സുബഹിന്റെ മുമ്പ്. വഹീന തദഊന സിയാബകും മിനൽ ളഹീറ. ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഒരു ശീലം ഇസ്ലാമിക രാജ്യങ്ങളിൽ അറബ് സംസ്കാരങ്ങളിലുണ്ട്. ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടൊരു വിശ്രമം. ഗൾഫിലൊക്കെ ഉണ്ടല്ലോ ഉച്ചക്കൊരു ബ്രേക്ക് 2 മണിക്കൂർ ഇല്ലേ? അത് ഈ സംസ്കാരമാണിത്. ഉച്ച കഴിഞ്ഞിട്ടൊരു ചെറിയ വിശ്രമം. ആ സമയം ശരീരത്തിന്റെ വസ്ത്രങ്ങൾ നീങ്ങിപ്പോയേക്കാം. ഒരാൾ സമ്മതം ചോദിക്കാതെ കയറി വന്നാൽ ഒരു മനുഷ്യന്റെ ഔറത്ത് കണ്ടുപോയേക്കും. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞുള്ള വിശ്രമ സമയത്തും സമ്മതം ചോദിക്കണം. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. 3ാമത്തെ സമയം നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന ഇശാഇന് ശേഷമുള്ള സമയം. നിങ്ങൾ ബെഡ്റൂമുകളിൽ ഉറങ്ങാൻ കിടക്കുന്ന നേരമേതോ അത് ഇശാ കഴിഞ്ഞാൽ നോർമലി ഉറങ്ങണമെന്നാണ്. ആ സമയങ്ങളിൽ നിങ്ങൾ സമ്മതം ചോദിക്കാൻ പഠിപ്പിക്കണം. സലാത്തു ഔറാത്തില്ലക്കും. ഇത് നിങ്ങളുടെ 3 ഔറത്തുകളാണ്, സ്വകാര്യതകളാണ്. ഉറങ്ങുന്ന നേരം, ഉണർവിന് മുമ്പുള്ള സുബഹിക്ക് മുമ്പുള്ള നേരം, ഉച്ചക്ക് നിങ്ങൾ വിശ്രമിക്കും. നിങ്ങളുടെ പ്രൈവസിയാണത്. നിങ്ങൾ വാതിൽ കുറ്റിയിടാതെ കിടക്കുകയാണെങ്കിൽ ആണ് ഈ വിഷയം വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് തുറക്കാൻ നിങ്ങൾ തുറന്നു കൊടുക്കേണ്ടി വരുമല്ലോ. ഒരാൾ തള്ളി തുറന്നു വരുന്ന അവസ്ഥയിലാണെങ്കിൽ സമ്മതം ചോദിക്കാൻ പഠിപ്പിക്കണം. ولا جناح عليك ليس عليكم ولا عليهم جناح بعدهم. ഈ 3 നേരം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. നോർമൽ സമയങ്ങളാണ്. ചെറിയ മക്കൾ സമ്മതം ചോദിക്കണ്ട. എന്നാൽ നിങ്ങൾ ചിലരെ വീടിന്റെ ഉള്ളിൽ നിന്ന് പോയി കാണുന്നവരാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ഔറത്തോ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടാത്തതോ നിങ്ങളിൽ നിന്ന് കാണേണ്ട അവസ്ഥ വന്നു പോകുമോ എന്നതുകൊണ്ടാണ് അല്ലാഹു നിയമം വെച്ചത്. കദാലിക ഇങ്ങനെ യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് വല്ലാഹു അലീമുൻ ഹകീം. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാ ഹിക്മത്തുടയവനാണ് അല്ലാഹു. സന്ദർശനം പോലും ഉറങ്ങിയതിന് ശേഷം വേണ്ട. സുബഹിന്റെ തൊട്ട് മുമ്പ് സന്ദർശിക്കാൻ വരണ്ട. ഉച്ചനേരത്തെ വിശ്രമ നേരത്തും സന്ദർശിക്കരുത്. ഖുർആൻ പറയും. അല്ലാഹു നമുക്ക് റസൂലുള്ളാഹി തങ്ങളുടെ ശരീരങ്ങൾ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.